ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പട്ടികവർഗ വികസന വകുപ്പിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 1. കോർഡിനേറ്റർ. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 35,000 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. നിലവിൽ 12 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ: മാസ്റ്റർ ഇൻ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ബേസിക് നോളജ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. 2. MIS അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലെങ്കിൽ അസോസിയേറ്റ് FRA. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 20,000 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. 12 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ: BSc അല്ലെങ്കിൽ BA ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കും ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. 3. പ്രോഗ്രാം കോർഡിനേറ്റർ. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ: മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ ഫോറസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എനി സോഷ്യൽ സ്ട്രീംസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു യോഗ്യതയും കൂടാതെ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ബേസിക് നോളജ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട 10 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. 4. IT എക്സ്പെർട്ട്. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 70,000 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ: MSc അല്ലെങ്കിൽ MA ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ BE ഓർ ME ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു യോഗ്യതയും ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട 7 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. 5. MIS അസിസ്റ്റന്റ്. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 30,000 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ: BSc അല്ലെങ്കിൽ BA ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്കും ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളെല്ലാം 1 വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കോൺട്രാക്ട് കാലാവധി നീട്ടുന്നതാണ്. ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ trdm.rec@gmail.com എന്ന ഇമെയിൽ ഐഡിയിലോട്ട് ബയോഡേറ്റ അയക്കാവുന്നതാണ്. ബയോഡേറ്റ അടങ്ങുന്ന ഇമെയിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്